പുതിയ ഹിറ്റ് ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് മൊസാദ്. ഇപ്പൊ നിലവിൽ ഹമാസിനെ നയിക്കുന്ന 5 ലീഡേഴ്സ്. ഇത് വളരെ സീക്രട്ട് ആയിട്ട് ഖത്തറിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടിയത്. സാഹിർ ജബാരൻ, ഖാലിദ് മെഷാൽ, ഖലീൽ അൽ ഹായ, മുഹമ്മദ് ഇസ്മായിൽ ദാർവിഷ്, നിസാർ അബ്ദല്ല, ഈ 5 പേരാണ് ലിസ്റ്റിലുള്ളത്. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞാൽ ഈ വാർ ഇപ്പൊ അവസാനിക്കും തോന്നുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ സീസ് ഫയറിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഹമാസ് പല സ്ഥലങ്ങളിലും അവരെ ഓപ്പൺ ടോക്കിന് വേണ്ടി, അതായത് ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ഇന്നലെ സ്കൈ ന്യൂസിന് പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 8 മിനിറ്റ് വരുന്ന ഒരു ഇന്റർവ്യൂ ആണ് അതിനകത്ത് കാണാൻ കഴിഞ്ഞത്. അതിൽ ഒരുപാട് അക്യൂസിഷൻസ് ഇസ്രായേലിനെതിരെയും പുള്ളി പറയുന്നുണ്ട്. അതേസമയം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒക്ടോബർ 7 നിങ്ങൾ നടത്തിയ അറ്റാക്ക് ശരിക്കും നിങ്ങൾക്ക് അതിൽ കുറ്റബോധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു റിഗ്രറ്റും ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു റിഗ്രറ്റും ഇല്ല. ആ അറ്റാക്ക് ഞങ്ങളുടെ ശരിയാണ് എന്നുള്ള നിലയിലാണ് പുള്ളി പറഞ്ഞത്. അവരുടെ ശരിയാണ് അവർ ചെയ്തത് എന്നാണ് പറഞ്ഞത് ഒക്ടോബർ 7. പക്ഷെ വീണ്ടും ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്തത് കൊണ്ടല്ലേ ഇത്രയും വലിയൊരു വാറിലേക്ക് നീണ്ടത് എന്നുള്ള രീതിയിലുള്ള ചോദ്യത്തിനൊന്നും അയാൾ കൗണ്ടർ ചെയ്യുന്നില്ല. പക്ഷെ അതിന് വേറെ വേറെ അലിഗേഷൻസ് ആണ് പുള്ളി ഉന്നയിക്കുന്നത്. പിന്നെ തീർത്തും അവസാനം പറഞ്ഞത് സീസ് ഫയറിന് ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ഈ ഒക്ടോബർ 7 ഈ ഒരു കൂട്ടക്കൊലയെ അവർ ന്യായീകരിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ ഈ ഒരു സീസ് ഫയറിന് തയ്യാറാവും തോന്നുന്നില്ല. ഇത് ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പുള്ളി പറഞ്ഞ ഇതാണ്, ഒക്ടോബർ 7 പുള്ളി അവർ ചെയ്ത അറ്റാക്കിനെ അവർ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അവരൊരിക്കലും അതിനെ എതിർത്ത് പറയുന്നില്ല. അത് അവരുടെ ശരിയാണെന്നാണ്, ഹമാസിന്റെ ശരിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പുള്ളി പറയുന്നത് ഇസ്രായേലിന്റെ പക്കലുള്ള എല്ലാ പാലസ്തീനിയൻ തടവുകാരെയും വിട്ടയക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ വാറിൽ പിടിച്ചതും ഏത് രീതിയിൽ പിടിക്കപ്പെട്ട എല്ലാ തടവുകാരെയും വിട്ടയക്കണം. അങ്ങനെ വിട്ടയച്ചാൽ മാത്രമേ ഹോസ്റ്റേജിനെ റിലീസ് ചെയ്യുന്നതാണ്. അങ്ങനെ റിലീസ് ചെയ്താൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കൂ എന്നാണ് പുള്ളി പറയുന്നത്. ഇത് 2 കാര്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ കൂടുതൽ പിന്നെ അതിനകത്തൊന്നും പറയാനില്ല. 8 മിനിറ്റ് പിന്നെ സംസാരിക്കുന്നുണ്ട്, വളവളാന്ന് കുറെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഈ 2 പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് പറയാനുള്ളത് ഇറാന്റെ കാര്യമാണ്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ന്യൂക്ലിയർ ഡീലിന് സൈൻ ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. അപ്പൊ ഇത് 2-3 ദിവസങ്ങളായിട്ട് തന്നെ ഇവർ ഈ റിപ്പോർട്ട് മാറ്റി പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ്. ആദ്യം ഇവർ പറഞ്ഞത് ഞങ്ങളെ പേടിപ്പിച്ച് ഇന്റിമിഡേറ്റ് ചെയ്ത് നിങ്ങൾ ന്യൂക്ലിയർ ഡീൽ സംസാരിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ ആദ്യം പറഞ്ഞു. രണ്ടാമത് ഇവർ പറഞ്ഞു ഞങ്ങൾ ന്യൂക്ലിയർ ഡീലിന് ഡിസ്കഷന് തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ അവർ സൈൻ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള പരിപാടി ഇല്ല. അത് ഓൾറെഡി ഇസ്രായേൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 10-12 വർഷത്തേക്കെങ്കിലും അവിടെ ഇറാൻ ഇനി ന്യൂക്ലിയർ ബോംബോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബിന്റെ ഇതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്ത ഒരു വൻ പണിയാണിത്. ബൈഡൻ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടും, അതായത് 2016 ട്രംപ് നല്ല രീതിയിൽ 40% ഇറാന്റെ മേളിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാൻ ശരിക്കും ഒരു 2020 തകർന്നടിഞ്ഞ നിലയിലാണ് ഉണ്ടായിരുന്നത്. അതും ട്രംപ് വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്യും. പ്രഷറിന് മേളിൽ പ്രഷർ ഇട്ട് ഇല്ലീഗലായിട്ടുള്ള ഓയിൽ ട്രേഡ് പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും ട്രംപ് പ്രഷർ ഇട്ട് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവർ ട്രംപിനെ പേടിക്കുന്നത്. കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ട് ഇപ്പോൾ ഓയിൽ മേടിക്കുന്നത്, അതായത് അവർ ഇന്റലിജൻസ് ഉണ്ട്, CIA ആയിക്കോട്ടെ, അതേപോലെ മറ്റുള്ള ഇന്റലിജൻസ് എല്ലാം ഇവർ ഈ ഒരു ചെയിൻ ഓഫ് ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്, അവർ കണ്ടെത്തും. ഇല്ലീഗലായിട്ട് ഓയിൽ പോയാലും അവർ കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇത് ബൈഡൻ ഭരണകൂടം ഈ കഴിഞ്ഞ 4 വർഷം കണ്ണടച്ചതുപോലെ ട്രംപ് കണ്ണടയ്ക്കൂല. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇതിന്റെ കാതലായ പ്രശ്നം കിടക്കുന്ന ഇവിടെയാണ്. ട്രംപ് വന്ന സ്ഥിതിക്ക് ഈ ഒരു മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് മനസ്സിലായി ഇനി ഇല്ലീഗലായിട്ടുള്ള ഓയിൽ ട്രേഡിംഗ് നിർത്തും. അത് എങ്ങനെ നിർത്തും എന്ന് പറഞ്ഞാൽ ഇറാന്റെ അടുത്ത് പോയിട്ട് ഒന്നും പറയത്തൊന്നുമില്ല. ഓയിൽ മേടിക്കുന്നില്ല ഇല്ലീഗലായിട്ട്, അവരെ ശരിക്കും ത്രെട്ട് ചെയ്യും. അവർക്കൊരു വാണിംഗ് കൊടുക്കുമ്പോൾ അവർ നിർത്തും. കാരണം അവർക്ക് പിന്നെ ബാക്കിയുള്ള US യൂറോപ്പുമായിട്ടുള്ള എല്ലാ കച്ചവടം അവർ നിർത്തും. അപ്പോൾ ഇറാന്റെ ഓയിലാണോ മറ്റുള്ളതാണോ നോക്കുമ്പോഴത്തേക്കും താരതമ്യേന അവർക്ക് അതായിരിക്കും സേഫ്. അതുകൊണ്ട് മറ്റുള്ളവർ ഈ ബിസിനസ് കച്ചവടത്തിൽ നിന്ന് പിൻവാങ്ങും. അതാണ് ഇതിന്റെ ഏറ്റവും മാക്സിമം പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അവസ്ഥ. ഇത് ശരിക്കും ബറാക് ഒബാമ ഒരു രീതിയിലുള്ള വാലിഡേഷനും ഇറാന്റെ ഉള്ളിൽ നടത്താണ്ട് ഈ പിന്നെ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്ത് കൊടുത്ത് ഇറാനെ പരിപോഷിപ്പിച്ചതാണ്. അതേ ബറാക് ഒബാമ തന്നെയാണ് ഈ കഴിഞ്ഞ 4 വർഷവും ഇറാനെ പരിപോഷിപ്പിച്ചത്. അതായത് നിങ്ങൾക്ക് പണ്ട് ബറാക് ഒബാമയുടെ പുറകിൽ എപ്പോഴും ബൈഡൻ നിൽക്കുന്നത് കാണാൻ കഴിയും. ബൈഡനാണ് ലിറ്ററലി അവിടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നെങ്കിലും ഇതിന്റെ യഥാർത്ഥ വ്യക്തി പുറകിൽ നിന്ന് ഭരിക്കുന്നത് ബറാക് ഒബാമയാണ്. അതേ ബറാക് ഒബാമയാണ് കമലാ ഹാരിസിനെ ഇറക്കിയത്. കമലാ ഹാരിസിനും അതേ ഒരു ബ്ലാക്ക് തിയറിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇനി ഒരു 4 വർഷം കൂടെ എങ്ങനെയും ഭരിക്കാം എന്നാണ് ഒബാമ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. ഒബാമ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കത്തില്ല. അയാൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകും, പക്ഷെ പുറകെ പോയിട്ട് വേറെ ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാന് വഴിക്ക് വരേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ കഴിഞ്ഞ 15-20 ദിവസങ്ങളായിട്ട്, അതായത് ഒക്ടോബർ 26 ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതിന് ശേഷം അവർ ശരിക്കും പറഞ്ഞാൽ അമ്പരന്ന് നിൽക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്.
അപ്പൊ ഇത്രയും നാളും അവർ ഒളിച്ചു വെച്ചിരുന്നു, ഈ ഞങ്ങളുടെ ന്യൂക്ലിയർ ഫാക്ടറി അടിച്ചില്ല, തകർത്തില്ല, തൊട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇസ്രയേൽ ഞങ്ങളുടെ ബോർഡർ ക്രോസ് ചെയ്തില്ല, ഇസ്രയേലിന്റെ മിസൈലുകളെല്ലാം ഞങ്ങൾ അടിച്ച് തകർത്തിട്ടു. പല പല രീതിയിലുള്ള ബ്ലണ്ടറുകളാണല്ലോ വന്നുകൊണ്ടിരുന്നത്. അപ്പം ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അവരുടെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ആയതാണ്. നമുക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടായില്ല, ലിമിറ്റഡ് ഡാമേജ്, ഇങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്, ലിമിറ്റഡ് ഡാമേജസ്. ലിമിറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇനി ന്യൂക്ലിയർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എൻറിച്ച്ഡ് യുറേനിയം ഈ പ്രോസസ്സ് ചെയ്ത യുറേനിയം കൊണ്ടുവന്ന് പിന്നെ സേഫ് ആയിട്ട് വാർഹെട്ടിൽ വെക്കാൻ പാകത്തിന് അവിടെ അതിനൊരു മിഷൻ ഉണ്ട്. ആ മിഷനുള്ളിലാണ് ഈ വാർഹെട്ട് പ്ലാസ്റ്റിക് കൊണ്ട് വളരെ ഹാർഡായിട്ട് രീതിയിൽ ഉണ്ടാക്കപ്പെട്ട, അതായത് യുറേനിയം വളരെ സേഫ് ആയിട്ടും അതേപോലെ ഈ ഡെറ്റനേറ്ററുകളൊക്കെ വളരെ സേഫ് ആയിട്ടും വെക്കാൻ പറ്റുന്ന, പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, ഇത് കൃത്യമായിട്ട് വെച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് സേഫ് ആയിട്ട് ഒരു വെപ്പണായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു മിഷൻ. ആ മിഷനാണ് പൂർണ്ണമായിട്ട് തകർത്തിരിക്കുന്നത്. ഇനി അത് ഇറാനിന് അങ്ങനെ ഒരു മിഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതായത് ഈ വാർഹെഡ് എന്ന് പറഞ്ഞാൽ മിസൈൽ അല്ല കേട്ടോ, വാർഹെഡ് എന്ന് പറഞ്ഞാൽ മിസൈലിന്റെ തുമ്പത്ത് വെക്കുന്ന ഒരു സാധനമാണ് ഈ വാർഹെഡ് എന്ന് പറയുന്നത്. അതിലാണ് ശരിക്കും ഈ യുറേനിയം ഉൾപ്പെടെയുള്ള ഈ ഡെറ്റനേറ്റർ എന്ന് പറഞ്ഞ പൊട്ടിത്തെറിക്കാനുള്ള സബ്സ്റ്റൻസ് എല്ലാം വെച്ചിട്ടാണ് ഈ മുമ്പിലുള്ള ഫ്രണ്ടിലുള്ള ആ ഒരു പേലോഡ്, അതാണ് ശരിക്കും ഈ വാർഹെഡ്. ആ വാർഹെഡ് ഉണ്ടാക്കുന്ന മെഷീനാണ് ഇപ്പൊ തകർത്തിരിക്കുന്നത്. അത് കൂടാഞ്ഞിട്ട് ഈ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യുന്നതും ഈ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂവൽ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സകല സംവിധാനങ്ങളും ഒരു യൂണിറ്റ് ആയിട്ടാണ് അടിച്ചിരിക്കുന്നത്, ബൈഡൻ ഇത്രയും പറഞ്ഞിട്ടും നെതന്യാഹു ഇത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, കിട്ടുന്ന ഒരു അവസരം വെറുതെ കളയാൻ പാടില്ല എന്ന് നെതന്യാഹു ഉറച്ചു തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന് കൊടുത്തൊരു മറുപടി, ശരിക്കും ഒരു മാസ് മറുപടിയാണ്. റഷ്യയുടെ S-300 ഇറാനിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടത് റഷ്യക്ക് ഒരു ചെറിയൊരു വീഴ്ചയാണ് ഡിഫൻസ് സെക്ടറിൽ. S-400 ഇറാൻ ഇനി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ബാഡ് ന്യൂസ് ആണ്. കാരണം ഇന്ത്യക്ക് ഒരു യൂണിറ്റ് കൂടെ കിട്ടാനുണ്ട്, ഒരു ബാച്ച് കൂടെ ഇറാൻ ഇന്ത്യക്ക് കിട്ടാനുണ്ട് റഷ്യയിൽ നിന്ന്. നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ഓത്തന്റിസിറ്റി, അതിന്റെ ആധികാരികത ഇപ്പം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് സെൻട്രൽ ബെയ്റൂത്തിൽ IDF നടത്തിയ ഒരു അറ്റാക്കിൽ ഹെസ്ബുള്ളയുടെ മീഡിയ സ്പോക്സ് പേഴ്സൺ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് 2 സോൾജേഴ്സ് ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് ഹൈഫ ഭാഗത്ത് ഒരു സിനഗോഗിന്റെ മേളിൽ ലബനാനിൽ നിന്ന് വന്ന റോക്കറ്റ് അറ്റാക്കാണ്. ഒരു ജൂവിഷ് സിനഗോഗിൽ, അത് സിനഗോഗ് എന്ന് പറയുന്നത് തന്നെ ജൂവിഷിന്റെ ആണ്, അവർ സിനഗോഗിൽ, അവരുടെ ദേവാലയമോ അല്ലെങ്കിൽ അവരുടെ പള്ളി, അമ്പലം ഇങ്ങനെയൊക്കെ പറയാം, ആ സിനഗോഗിൽ നടത്തിയ അറ്റാക്കിൽ ഒരു സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ ഒരു അറ്റാക്കിൽ ഒരു സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നോർത്ത് ഗാസ ഭാഗത്ത് അറ്റാക്ക് നടന്നു, അതിൽ 10 ടെററിസ്റ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നോർത്ത് ഗാസ ജബാലിയ ഹോസ്പിറ്റൽ, ആ പഴയ അതേ ഹോസ്പിറ്റലിൽ തന്നെ അവിടെ വീണ്ടും ടെററിസ്റ്റുകൾ തമ്പടിച്ചിരിക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ വന്നതിനെ തുടർന്ന് അവിടേക്ക് IDF പോവുകയും അവിടെ നല്ല രീതിയിലുള്ള അറ്റാക്ക് നടത്തുകയും ചെയ്തു. അതിലാണ് ഒരു സോൾജർ കൊല്ലപ്പെട്ടത്. 10 തീവ്രവാദികളെ വധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ ചില പൊളിറ്റിക്കൽ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിന്റെ ആ ഒരു ഡോക്യുമെന്റ് ലീക്കേജ് കേസിൽ ഒരാളെ പിടിച്ചകത്ത് വെച്ചിരുന്നു. ഈ വ്യക്തിയാണത്. അയാൾ ഇന്നലെയോടുകൂടി അയാളെ റിലീസ് ചെയ്യണമായിരുന്നു. ഇസ്രായേലിന്റെ കോർട്ട് പറഞ്ഞിരിക്കുന്നത് അയാളെ സൺഡേ ഈവനിങ് 6 PM വരെ അയാളെ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അയാളെ റിലീസ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഇനിയും ഡിസിഷൻസിൽ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ദികളുടെ ഫാമിലീസ് ഗാസയിൽ എയ്ഡ് കൊടുക്കുന്നില്ലേ, അതായത് ഈ സഹായങ്ങൾ, അതായത് ഈ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, മെഡിസിൻ ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നതിനെ എതിർക്കുന്നുണ്ടെന്നതാണ്. കാരണം നിങ്ങൾ ഈ ഗാസയെ പട്ടിണി കിട്ടാലേ ഈ ബന്ദികളെ അവർ വിട്ടയക്കുമെന്നാണ് അവരുടെ ഒരു റിക്വസ്റ്റ്. പക്ഷെ അത് എത്രമാത്രം സാധ്യമാവുന്നത് നമുക്ക് അറിയത്തില്ല. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വിട്ടയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബന്ദികളുമായിട്ട് കണക്ട് ചെയ്യുന്ന വിഷയം അതാണ്. അല്ലാതെ വേറെ എന്ത് ആക്ടിവിറ്റീസ് ചെയ്താലും ബന്ദികളുമായിട്ട് അത് ഹമാസ് അക്കൗണ്ടബിലിറ്റിയിൽ എടുക്കൂല എന്നുള്ളതാണ്. ഹമാസിന്റെ അക്കൗണ്ടബിലിറ്റിയിൽ ഈ ഒരു 100-101 ബന്ദികളെ അവർ വെച്ചിരിക്കുന്നത് ഈ ആയിരക്കണക്കിൽ ഈ ഇസ്രയേലിന്റെ ജയിലിൽ ഇരിക്കുന്ന പാലസ്തീനികളായിട്ടിരിക്കുന്ന തടവുകാരെ വിട്ടയക്കണമെന്നാണ്. ഗാസയിൽ ചെന്ന് ഇസ്രയേൽ ആരെയും ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് വരുന്നതല്ല, ഗാസയിൽ ചെന്നിട്ട് അവർ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഇല്ലീഗലായിട്ടുള്ള കേസുകൾക്കും ഈ തീവ്രവാദ സംഘത്തിൽപ്പെട്ട ആൾക്കാരെ അവര് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതാണ്. ഗാസയിൽ വേറെയും ആൾക്കാരുണ്ടല്ലോ, അവർ നോർത്ത് ടു നോർത്ത് ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ബന്ദികളായിട്ട് പിടിച്ചോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും പിടിച്ചോണ്ട് പോകണ്ടേ. അപ്പൊ അവിടെ പിടിക്കപ്പെട്ടിരിക്കുന്ന ഹമാസ് സംഘടനയുമായിട്ട് ബന്ധം വെക്കുകയും ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം ഇവിടെ വെറുതെ ഗാസയിൽ വിട്ടിട്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ബോംബ് എറിയേണ്ട, കല്ലെറിയേണ്ട, റോക്കറ്റ് വിടണ്ട എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൃത്യമായ നെഗോസിയേഷൻസ് ഏത് രീതിയിൽ ഇതിന്റെ വിലപേശലുകൾ നടക്കും എന്നുള്ളത് അത് അവസാന ഘട്ടത്തിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ സീസ് ഫയർ ഇപ്പൊ ഈ കണ്ട ഈ ഒരു ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞ ഒരു സ്ഥിതി വെച്ചിട്ടാണെങ്കിൽ സീസ് ഫയർ അത്ര പെട്ടെന്നൊന്നും ഹമാസിന്റെ ഭാഗത്ത് നടക്കത്തില്ല. അത് കുറച്ചായിട്ട് അനങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ട്രംപ് ജനുവരിയിൽ വൈറ്റ് ഹൗസിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നാണ് ഈവൻ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള എല്ലാ ഇസ്രയേലിന്റെ ലീഡേഴ്സ് ഉൾപ്പെടെ അവരുടെ ആർമി പിന്നെ IDF എല്ലാം ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഗാസയെങ്കിലും ഒന്ന് പീസ്ഫുൾ ആക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗാസയ്ക്കുള്ളിൽ ഹമാസ് മാത്രമല്ല, അവിടെ ഇറാന്റെ ബ്രിഗേഡ്സ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് 6-7 ബ്രിഗേഡുകൾ പിരിഞ്ഞിരിക്കുകയാണ്. അവരെ ഒന്നും പെട്ടെന്നൊന്നും കണ്ടെത്താനും കഴിയില്ല. അപ്പൊ ആ ആൾക്കാരെ എങ്ങനെയാണ് കണ്ടെത്തി കൺഫ്രണ്ട് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഹമാസിൽ ഒതുങ്ങുന്ന വിഷയമല്ല, ഇത് ഇറാനെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ പറ്റി. പിന്നെ ഖത്തറിനെ നമ്മൾ പറഞ്ഞല്ലോ, ഖത്തറിനെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഖത്തർ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു നെഗോഷിയേറ്റർ അല്ല എന്നുള്ളതാണ് ഇസ്രയേൽ ആൻഡ് അമേരിക്ക ഭാഗത്തുള്ള വെസ്റ്റേൺ കൺട്രീസിന്റെ ഒരു അനുമാനം. ഇനി ഖത്തറിന്റെ പാട് ഇനി ട്രംപ് വന്നതിന് ശേഷം കുറച്ചുകൂടെ പരിതാപകരമായിരിക്കാനാണ് സാധ്യത. പിന്നെ എനിക്ക് ഇതിനകത്ത് ഒന്ന് പറയാനുള്ളത്, ഖത്തർ നമ്മുടെ ഒരു 8 നേവൽ ഉദ്യോഗസ്ഥരെ പിടിച്ചു വെച്ചുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. അവർ വല്ലാത്തൊരു ഡിഫറെന്റ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരാൾക്കാരാണ്. ഡിപ്ലോമസിയൊക്കെ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് തള്ളിവിടുന്ന ആൾക്കാരാണ് ഈ ഖത്തർ. അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 8 പേരെ പിടിച്ചു വെച്ചത് എന്തിനാണ്? ഇന്ത്യയുമായിട്ടൊരു ലോങ് ടേം LNG കരാർ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അവർ റിലീസ് ചെയ്യാണ് ചെയ്തത് അവരെ. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലാന്ന് തോന്നുന്നു. അപ്പൊ അവർ ആ രീതിയിലാണ് പ്ലേ ചെയ്യുന്നത്. ഖത്തറിലൊക്കെ ഒരുപാട് മലയാളികളുണ്ട്, ഇല്ലാന്നില്ല. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരും ഉണ്ട് ഖത്തറിൽ. പക്ഷേ ഇന്ത്യക്ക് സംഭവിച്ച ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ പല രാജ്യങ്ങളിലും മലയാളികൾ പോയി പണിയെടുക്കുന്നുണ്ട്. അവിടെ ജോലിക്ക് ആളെ ആവശ്യമാണ്, അതേപോലെ നമുക്ക് ജോലിയും ആവശ്യമാണ്. അതൊരു മ്യൂച്വൽ ആണ്. അല്ലാതെ നമ്മൾ അവരുടെ ഔദാര്യത്തിലാണ് പോയി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഔദാര്യത്തിലാണ് അവരിരിക്കുന്നത്, അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. ഇതൊരു മ്യൂച്വൽ ആണ്. ഇന്ന് ഇസ്രായേൽ ഏറ്റവും വലിയൊരു അറ്റാക്ക് നടത്തിയത് ഹെസ്ബുള്ളയുടെ ലീഡർ നസറുള്ള, അതായത് ഈ കൊല്ലപ്പെട്ട നസറുള്ള, ആ നസറുള്ളയുടെ വീട്, ആ നസറുള്ള താമസിച്ചിരുന്ന നസറുള്ളയുടെ വീടിനെതിരെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് അറ്റാക്ക് നടത്തിയതല്ല. അറ്റാക്ക് നടത്തി അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അത് പുള്ളിയുടെ വീടാണെന്നുള്ളത്. നസറുള്ളയും പോയി, നസറുള്ളയുടെ കിടപ്പാടം ഉൾപ്പെടെ പോയി എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. വാർത്തകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.